എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 100% റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ്. പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ മുടി നിര കണ്ടുവരുന്നത് 50-60 വയസ്സായവരിലാണ് അല്ലേ? അന്നത്തെ കാലത്ത് കഴിച്ചിരുന്ന ഭക്ഷണ രീതിയും കുളിക്കുന്ന വെള്ളവും കാലാവസ്ഥയും അങ്ങനെ പലതുമാകാം ഈ മുടി നിരക്കാതിരിക്കാൻ കാരണം. എന്നാൽ ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് നോക്കുകയാണെങ്കിൽ 10 വയസ്സുള്ള കുട്ടികൾ മുതൽ 30-40 വയസ്സായവരിൽ പോലും മുടി നിര കണ്ടുവരുന്നു. മാറി വരുന്ന കാലാവസ്ഥയും പോഷകാഹാരക്കുറവും മാനസിക സമ്മർദ്ദവും മെലാനിൻ്റെ കുറവും ക്ലോറിൻ അടങ്ങിയ വെള്ളത്തിലുള്ള കുളിയുമായിരിക്കാം ഇതിന് പ്രധാന കാരണമാകുന്നത്. മുടി നരച്ചത് കാണുമ്പോൾ പ്രായം കൂടിയതായിട്ട് തോന്നിക്കും. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നു. പെട്ടെന്ന് മുടി കറക്കുമെങ്കിലും പിന്നീട് കൂടുതൽ മുടി നരക്കാനും അലർജി പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ വരെ വരാൻ സാധ്യത കൂടുതലാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള ഹെയർ ഡൈ ആകുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇന്നത്തെ ഹെയർ ഡൈ ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെറ്റിലയാണ്. 10 വെറ്റില ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെറ്റില നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പൂജ ആവശ്യങ്ങൾക്കും ദക്ഷിണ കൊടുക്കാനും മുറുക്കാനും ഒക്കെയാണല്ലേ വെറ്റില ഉപയോഗിക്കാറ്. എന്നാൽ മുടി സംരക്ഷണത്തിൽ ഒരുപാട് ഗുണങ്ങൾ വെറ്റിലക്കുണ്ട്. നിക്കോട്ടിനിക് ആസിഡ്, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ B2, വിറ്റാമിൻ B1 എന്നിവ വെറ്റിലയിൽ ധാരാളമുണ്ട്. ആരോഗ്യമുള്ള മുടിക്ക് ആവശ്യമായ നിരവധി പോഷകങ്ങളും ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും വെറ്റിലയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് മുടിക്ക് നിറവും തിളക്കവും നൽകുന്നു. സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും ഫംഗസിനെ നശിപ്പിക്കാനും വെറ്റില സഹായിക്കുന്നുണ്ട്. ഇനി ഈ വെറ്റില നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെറ്റില അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. വെറ്റില ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. വെറ്റില എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നാടൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എടുക്കാം. ഇതിന് തണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല. തണ്ടോടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടിയുടെ ബലവും വളർച്ചയും വർദ്ധിപ്പിക്കുകയും മുടിക്ക് നല്ല തിളക്കവും മിനുസവും നൽകുന്നുണ്ട്. ധാരാളം അമിനോ ആസിഡ് കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അരിയാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെറ്റില ഇതാ ഇവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെറ്റിലയുടെ ഈ ജ്യൂസ് മുടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. മുടി നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ടും താരം മാറാനും ഒക്കെ നല്ലതാണ്. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ജ്യൂസ് മാറ്റി വെക്കാം. ഇനി ഡൈ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് 2-3 പൊടികൾ വേണം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ചിഷ്ടയാണ്. നിങ്ങളുടെ കയ്യിൽ മഞ്ചിഷ്ടയുടെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മഞ്ചിഷ്ട പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ചിഷ്ട മുടിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ അത്രയും നല്ലതാണ്. മുടി നല്ല മിനുസമുള്ളതാക്കാൻ വേണ്ടിയിട്ടും താരം മാറാനും മുടിക്ക് നല്ല കളർ കിട്ടാനും ഒക്കെ മഞ്ചിഷ്ട സഹായിക്കുന്നുണ്ട്. ഇത് നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മഞ്ചിഷ്ട ഞാനിതാ ഇവിടെ പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തപ്പോൾ 1 ടേബിൾ സ്പൂണോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈ മിക്സ് ചെയ്തെടുക്കാം. ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഡൈ മിക്സ് ചെയ്യാൻ എപ്പോഴും നല്ലത് ഇരുമ്പ് ചട്ടിയാണ്. തുരുമ്പിച്ച ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. തുരുമ്പിൽ ഫെറിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡൈക്ക് നല്ല രീതിയിൽ തന്നെ കറുപ്പ് കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ആദ്യം നമുക്ക് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നെല്ലിക്കയിൽ അടങ്ങിയ വിറ്റാമിൻ സി കൊളാജൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിയുടെ വേരുകൾക്ക് ആവശ്യമായ പോഷകം നൽകുന്നതിനൊക്കെ നെല്ലിക്ക സഹായിക്കുന്നുണ്ട്. നെല്ലിക്കപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മൈലാഞ്ചി പൊടിയാണ്. മൈലാഞ്ചി മുടിയുടെ ആരോഗ്യം നിലനിർത്തി മുടി കൊഴിച്ചിൽ കുറക്കാനും തലയിലെ താരം മാറുന്നതിനും മൈലാഞ്ചി വളരെ നല്ലതാണ്. മാത്രമല്ല മുടിക്ക് നല്ല തിളക്കവും നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. മൈലാഞ്ചിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മഞ്ചിഷ്ട പൗഡറാണ്. 3 പൗഡറും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് നല്ല രീതിയിൽ തന്നെ
മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ ഈ പറഞ്ഞ നല്ല റിസൾട്ടൊക്കെ കിട്ടുകയുള്ളൂ. മാത്രമല്ല എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 3 പൗഡറും കൂടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 3 പൗഡറും കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. പൊടികൾ ചൂടാക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ചൂടാക്കി എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയേ വേണ്ടൂ. ഇതുപോലെ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്ന ഹെയർ ഡൈ ആണ് നമ്മുടെ മുടിക്കും ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. ഇതുപോലുള്ള ഹെയർ ഡൈയുടെ വീഡിയോ ഞാൻ ചാനലിൽ കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഏത് ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഹെയർ ഡൈ തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. പൊടി ഇതാ നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടാകുന്ന സമയത്ത് ഇതിൽ നിന്ന് പുക വരാൻ തുടങ്ങും. ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കണം. ഓഫാക്കിയ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂട് കുറച്ചൊന്ന് മാറിയ ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വെറ്റില കൊണ്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കണ്ടൂ. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ലൂസിൽ മിക്സ് ചെയ്ത് വെക്കുക. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തണുത്ത ശേഷം ഗ്യാസ് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പം തന്നെ തലയിൽ തേച്ച് കൊടുക്കുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കേണ്ടത്. ഇനി ഡൈ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. വെറ്റില കൊണ്ട് തയ്യാറാക്കിയ ഹെയർ ഡൈ ഇതാ പിറ്റേത്തെ ദിവസം നോക്കിയപ്പോഴത്തേക്കും അത്രയ്ക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല ബ്ലാക്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് തലയിൽ തേക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലായിരിക്കണം നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്. തലയിൽ തേച്ച് കഴിഞ്ഞ ശേഷം മാക്സിമം 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷമേ തല കഴുകാൻ പാടുള്ളൂ. തല കഴുകി കഴിഞ്ഞതിന് ശേഷം സോപ്പോ ഷാമ്പോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് ഈ റിസൾട്ട് ഒന്നും കിട്ടില്ല. ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മളിത് തലയിൽ തേച്ച് കൊടുക്കണം. പിന്നീട് മാസത്തിൽ 1 തവണ തേക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് വെറ്റില കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മളിത് തേച്ച് കഴിഞ്ഞതിന് ശേഷം സോപ്പ് ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെറ്റില കൊണ്ടുള്ള ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തല കഴുകാവുന്നതാണ്. അപ്പോൾ ഞാനിതാ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെറ്റില കൊണ്ടുള്ള ആ ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസ് ഞാനിതാ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ തല കഴുകിയതിന് ശേഷം ഈ വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. അപ്പോൾ നമ്മൾ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും അഴുക്കും ഇതൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.